ഹായ് എവ്രി വൺ. നിങ്ങൾ ഈ ചാനലിൽ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ പേര് നിഷ ആൻഡ് വെൽക്കം ടു നിഷ് ടെയിൽസ്. അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വാൾ ഡെക്കോറുമായിട്ടാണ്. ഇതാണ് ആ വാൾ ഡെക്കോർ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു പഴയ സാരിയിൽ നിന്നാണ്. അമ്മയുടെ എനിക്ക് തോന്നുന്നു 80s ഒരു സാരിയാണിത്. ഒരു 40 years പഴക്കമുണ്ട്. ഈ സാരിയിലെ വർക്ക് ഭയങ്കര ഭംഗിയായി. ഇത് മുന്താണിയിലുള്ള ഒരു വർക്കാണ്. ഇതുവരെ ഒരു കേടും വന്നിട്ടില്ല. പക്ഷെ ഇതിന്റെ മെറ്റീരിയൽ കുറച്ച് കേട് വന്നു. അപ്പൊ നമുക്ക് സാരി ആയിട്ട് റീയൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയപ്പോ ആ സാരി ഇങ്ങ് എടുത്തിട്ട് വന്നു. ഒരു സ്കേർട്ടോ അല്ലെങ്കിൽ വേറൊരു സാരിയോ ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടാണ് കൊണ്ടുവന്നത്. 3 വർഷം മുമ്പ് ഞാൻ ഈ വാൾ ഡെക്കോർ ഉണ്ടാക്കി. അപ്പൊ ഒത്തിരി പേർക്ക് ഇഷ്ടമായി, ഒത്തിരി പേര് നല്ലതാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇന്നത്തെ വീഡിയോയില് ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീക്രിയേറ്റ് ചെയ്യാണ്. അപ്പൊ ഒരു ക്ലോത്ത് വെച്ചിട്ട് നമുക്ക് മനോഹരമായ വാൾ ഡെക്കോർസ് എങ്ങനെ ഉണ്ടാക്കാന്ന് ഇന്നത്തെ വീഡിയോയില് കാണാം. ഇതാണ് ആ സാരി, കണ്ടോ? ഇതൊരു നല്ല യെല്ലോ കളറാണ്. ഇപ്പൊ ഈ ലൈറ്റിൽ കുറച്ച് ഡിഫറെന്റ് ആയിട്ട് തോന്നും, പക്ഷെ ഇതൊരു നല്ല യെല്ലോ കളറാണ്. ഒരുവിധം പ്ലെയിൻ ബോഡിയും പിന്നെ മുന്താണിയിൽ നല്ല വർക്കും ഉണ്ട്. ഇതില് വർക്ക് നല്ല രസം കേട്ടോ കാണാനായിട്ട്, കണ്ടോ? ഇതില് ശരിക്കും പറഞ്ഞ ഒരു ആന്റിക് കളറാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ഇതില് ഈ ഒരു വർക്ക് കട്ട് ചെയ്തെടുത്തിട്ടാണ് ഞാൻ ആ വാൾ ഡെക്കറേഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ശരിക്കും കട്ട് ചെയ്തത് ഈ കോർണറിൽ നിന്ന്, കണ്ടോ? നിങ്ങളുടെ കയ്യിൽ ചിലപ്പോൾ പഴയ ഷോളോ നല്ല എംബ്രോയിഡറി വർക്കുള്ള ഷോളോ അല്ലെങ്കിൽ പഴയ സാരിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ഉപയോഗിച്ച് കട്ട് ചെയ്തെടുത്ത് നമുക്ക് ഇങ്ങനത്തെ ഒരു വാൾ ഡെക്കറേഷൻ ഉണ്ടാക്കാം. ശരിക്കും പറഞ്ഞാൽ നല്ല മെറ്റീരിയൽ ഇല്ലേ, കുറച്ച് ഡിസൈനൊക്കെ ഉള്ള മെറ്റീരിയൽ, ആ മെറ്റീരിയൽ കട്ട് ചെയ്തെടുത്തും നമുക്ക് ഇങ്ങനത്തെ വാൾ ഡെക്കറേഷൻസ് ഉണ്ടാക്കാം. അല്ലെങ്കിൽ നമുക്ക് ഹാൻഡ് എംബ്രോയിഡറി ചെയ്യാം. ഇങ്ങനെ 2 കോൺട്രാസ്റ്റ് കളർ മെറ്റീരിയൽ വെച്ചിട്ട് ഒരു വാൾ ഡെക്കറേഷൻ ഉണ്ടാക്കിയിട്ട് അതിൽ നമുക്ക് ഹാൻഡ് എംബ്രോയിഡറി വർക്കോ അല്ലെങ്കിൽ ബീഡ്സ് പിടിപ്പിക്കുകയോ അങ്ങനെ ചെയ്തും നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ വാൾ ഡെക്കറേഷൻസ് ഉണ്ടാക്കാം. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോയില് നമുക്ക് എങ്ങനെ മെറ്റീരിയൽ ക്ലോത്ത് വെച്ചിട്ട് ഒരു വാൾ ഡെക്കറേഷൻ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പൊ നമ്മള് ഈ വർക്കാണ് റീക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഞാൻ ഇവിടെ യൂസ് ചെയ്തേക്കുന്നത് ഓൾറെഡി ക്യാൻവാസ് ആയതുകൊണ്ട് ഞാൻ വീണ്ടും സെയിം സൈസിലുള്ള ക്യാൻവാസ് എടുത്തിട്ടുണ്ട്. സോ ക്യാൻവാസ് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ക്വയർ സൈസിലുള്ള ഒരു കാർഡ്ബോർഡ് വെട്ടിയെടുത്താലും മതി. അപ്പം ഇവിടെ ഞാൻ തുന്നി പിടിപ്പിച്ചേക്കുന്നത് നമ്മൾ ആ സാരിന്ന് വെട്ടിയെടുത്ത വർക്കാണ്. അപ്പം അതിന് കോൺട്രാസ്റ്റിലുള്ള ഒരു കളറുള്ള മെറ്റീരിയൽ ഈ ക്യാൻവാസിൽ ആദ്യം ഒരു ബേസ് ആയിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. ഇതിന്റെ ബാക്ക് സൈഡ് കണ്ടോ? നമ്മൾ ഇവിടെ ഈ മെറ്റീരിയൽ, ബേസ് മെറ്റീരിയൽ നമ്മളിവിടെ ഗ്ലൂ ചെയ്തോ അല്ലെങ്കിൽ സ്റ്റേപ്ലർ വെച്ച് ഫിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഓരോ വർക്ക് കഴിയുമ്പോഴും ഞാൻ ഏത് വർഷം അത് ചെയ്തതെന്ന് എഴുതാറുണ്ട്. ഇപ്പൊ ഇത് ചെയ്തേക്കുന്നത് 2017 17 എഴുതിയിട്ടുണ്ട്. പിന്നെ പേരും എഴുതാറുണ്ട്. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഈ ക്യാൻവാസിൽ ഈ ക്രീം കളർ മെറ്റീരിയൽ ഫിക്സ് ചെയ്യണം. എൻ്റെ അടുത്ത് ഭാഗ്യത്തിനൊരു ചെറിയൊരു പീസ് ബാക്കി ഉണ്ടായിരുന്നു. അതൊരു സ്ക്വയർ ഷേപ്പ് ഒന്നുമല്ല, ഒരു ട്രയാങ്കിൾ ഷേപ്പിലുള്ളൊരു പീസ്. പക്ഷെ ഇതിന് നമുക്ക് കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യും. അപ്പൊ ഈ പീസ്, ഈ മെറ്റീരിയൽ നന്നായിട്ട് അയൺ ചെയ്ത് ഒട്ടും ചുളിവില്ലാതെ കൊണ്ടുവരണം. എന്നിട്ട് ഇതിവിടെ നമുക്ക് ഫിക്സ് ചെയ്യാം. അപ്പൊ ഇവിടെ ഫിക്സ് ചെയ്യുമ്പോൾ നല്ല ടൈറ്റായിട്ട് ഫിക്സ് ചെയ്യാം. ഒരിക്കലും ഇപ്പൊ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് ഭയങ്കര ടൈറ്റ് ആയിട്ട് ഫിക്സ് ചെയ്തേക്കണം. നമുക്ക് ഒട്ടും ലൂസ് അല്ല ഇത്. അതുപോലെ നമുക്ക് ടൈറ്റ് ആയിട്ട് ഈ മെറ്റീരിയൽ ഈ ക്യാൻവാസിൽ ഫിക്സ് ചെയ്യണം. നമ്മൾ ആദ്യം തന്നെ ഒരു സൈഡിൽ നിന്ന് ഫിക്സ് ചെയ്ത് തുടങ്ങാം. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ വലിച്ചിട്ട് അടുത്ത സൈഡ് ഫിക്സ് ചെയ്യുക, ദെൻ നെക്സ്റ്റ് സൈഡ്, പിന്നെ ലാസ്റ്റ് സൈഡ്. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പം ഞാൻ ആദ്യം തന്നെ ഇവിടെ നന്നായിട്ട് ഗ്ലൂ തേക്കാൻ പോവാണ്.
അപ്പൊ ഈ സൈഡ് നമുക്ക് ഫിക്സ് ആയി. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഈ സൈഡ് നല്ല കറക്റ്റ് ആയിട്ട് ഫിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സൈഡ് ഫിക്സ് ചെയ്യും. അപ്പൊ നമ്മൾ ഈ സൈഡിൽ ചെയ്ത പോലെ തന്നെ നന്നായിട്ട് ഗ്ലൂ തേക്കാം. ഈ എൻഡ് നന്നായിട്ട് മടക്കിയിട്ട് വലിച്ച് നമുക്ക് ഇത് ഒട്ടിക്കാം. ഈ സൈഡിൽ മെറ്റീരിയൽ കുറച്ച് കൂടുതലുണ്ട്. അപ്പോൾ നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് ഒട്ടിക്കാം. നേരത്തെ നമ്മൾ ചെയ്ത പോലെ ഈ എൻഡ് നമുക്ക് നന്നായിട്ട് മടക്കിയിട്ട് ഒട്ടിക്കാം. ഇതാണെങ്കിൽ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്തിട്ട് പിന്നെ മറ്റേ സൈഡ് ഒന്ന് ചെരിച്ച് ഇങ്ങനെ കൊടുക്കാം. അപ്പം നല്ല എൻഡ് നല്ല ഭംഗിയായിട്ടിരിക്കും. ഒട്ടിക്കുമ്പോൾ നന്നായിട്ട് വലിച്ചിട്ട് വേണം ഒട്ടിക്കാനായിട്ട്. ഒട്ടും ലൂസായിട്ടിരിക്കരുത്. കോർണേഴ്സ് ഒക്കെ നന്നായിട്ട് ഇരിപ്പുണ്ടോ എന്ന് നോക്കണം. ആവശ്യത്തിനുള്ള ലെങ്ത് എടുത്തിട്ട് ബാക്കി നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. കോർണർ ചെയ്യുമ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി ഗ്ലൂ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം നന്നായിട്ട് അത് അവിടെ ഭംഗിയിലിരിക്കും. ലാസ്റ്റ് സൈഡ് ആയതുകൊണ്ട് നന്നായിട്ട് വലിച്ചിട്ട് വേണം ഒട്ടിക്കാൻ. ഇനി ബാക്ക് സൈഡിൽ നല്ല നീറ്റായിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ പീസ് ഉള്ളത് കട്ട് ചെയ്ത് കളയോ അല്ലെങ്കിൽ ഇത് ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി വെച്ച് ഇവിടെ ഒന്ന് ഗ്ലൂ ചെയ്യുകയോ ചെയ്യാം. അപ്പോൾ ഈ മെറ്റീരിയൽ നന്നായിട്ട് ഫിക്സ് ചെയ്തു. ഇനി ഇതിനി വിട്ടുപോവില്ല. നന്നായിട്ട് ഗ്ലൂ ചെയ്തിട്ടുണ്ട്. ഇവിടെ ചുളിവുകളൊന്നുമില്ല. നല്ല നീറ്റായിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ഇതുപോലെ ഈ ഡിസൈൻ സാരിയിൽ നിന്ന് വെട്ടിയെടുത്ത് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കാം. ആദ്യം തന്നെ ഞാൻ സൈഡിൽ കൂടെ കുറച്ച് ഗ്യാപ്പ് ഇട്ട് കട്ട് ചെയ്തെടുക്കാണ്. ഇനി നമുക്ക് ഈ ഡിസൈനിന്റെ അരികിലൂടെ കട്ട് ചെയ്യണം. അപ്പം ഇതിൽ കണ്ടോ, ആ ഡിസൈന് ചേർത്ത് കട്ട് നമുക്ക് ചെയ്തെടുക്കണം. ഒരിക്കലും മെറ്റീരിയൽ പുറത്ത് കാണാൻ പാടില്ല. അതുപോലെ കട്ട് ചെയ്യണം. ഇങ്ങനെ ചേർത്ത് കട്ട് ചെയ്യുമ്പോൾ ഒത്തിരി ശ്രദ്ധിച്ചിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. ഇപ്പം നമ്മൾ ആ അരികിലുള്ള സ്റ്റിച്ച് കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ ആ ത്രെഡ് അഴിഞ്ഞു പോരും. അപ്പം നന്നായിട്ട് ശ്രദ്ധയോടുകൂടി കട്ട് ചെയ്യണം. ഈ ഡിസൈൻ തുന്നി പിടിപ്പിക്കാനായിട്ട് നമ്മൾ സെയിം കളർ ത്രെഡ് ഉപയോഗിക്കണം. അപ്പം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഗോൾഡൻ ത്രെഡാണ്. അപ്പം അത് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ത്രെഡ് പുറത്ത് കാണില്ല. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ നോട്ട് പുറത്ത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അടിയിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങണം. നമ്മൾ ഈ ഡിസൈൻ തുന്നി പിടിപ്പിക്കുന്നത് ഈ മെറ്റീരിയലിലാണ്. നമ്മൾ അടിയിലേക്ക് തുന്നി ക്യാൻവാസിന്റെ അടിയിലേക്ക് ത്രെഡ് കൊണ്ടുവരണില്ല. ഞാനിനി ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് കാണിക്കാം കേട്ടോ. അപ്പൊ വർക്ക് കംപ്ലീറ്റ് ആയി. ഇത് മൊത്തം ഞാൻ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചു, കണ്ടോ. പിന്നെ 20 എഴുതുകയും ചെയ്തു. 2020. അത് ചെയിൻ സ്റ്റിച്ച് വെച്ചിട്ടാണ് ഞാൻ പേരും ഇയറും എഴുതുന്നത്. ഞാൻ ഇനി വാളിൽ തൂക്കിയിട്ട് കാണിച്ചു തരാം. ഗ്രേസിന് ഒരു ഹായ് പറയണം എല്ലാവരുടെ അടുത്തും.